ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ക്വാർട്ടറിലെ 7ാമത്തെ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവർ എന്ന തലക്കെട്ടോടു കൂടിയതാണ് ഈ പാഠഭാഗം. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് യേശുവിനെ കുറിച്ച് പലരും പറഞ്ഞ സാക്ഷ്യങ്ങൾ, യേശുവിൽ വിശ്വസിച്ച് യേശു ആരാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ചവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അത് നമുക്കറിയാം, പലരും പല വിധത്തിലാണ് സാക്ഷ്യങ്ങൾ പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, പിന്നെ ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവ്, പിന്നെ ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കാണുന്നു, ഇതാ നിങ്ങളുടെ രാജാവ്. ഇങ്ങനെയുള്ള പല സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടു കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ. ഇന്ന് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ, അതിനോട് ചേർന്നിട്ടുള്ളതിന് വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവർ എന്നാണ് ഈ തലക്കെട്ട്. ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം ഇങ്ങനെ വായിക്കുന്ന: യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങളിരുന്ന് ഇന്ന് ഈ 7ാമത്തെ പാഠം പഠിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അടയങ്ങളിൽ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് എല്ലാം ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് യേശു അബ്രഹാമിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, അബ്രഹാം BC 2000-ത്തിനടുത്തൊക്കെ ആയിരുന്നു അബ്രഹാമിൻ്റെ കാലഘട്ടം. യേശു എങ്ങനെ അബ്രഹാമിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ യേശു എപ്പോഴും താൻ ആരാണെന്ന് പ്രസ്താവിക്കുവാൻ മടിച്ചിരുന്നില്ല. എപ്പോഴും അത് പറയുന്നുണ്ട്. പലതിലും ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ പാഠത്തിൽ പഠിച്ച ശമരിയ സ്ത്രീയോട്, ഞാൻ തന്നെ മിശിഹയാകുന്നു എന്ന് അവളോട് പറഞ്ഞു. പിന്നെ പലരുടെ സാക്ഷ്യം അതായിരുന്നു, നമ്മൾ നേരത്തെ കേട്ട സാക്ഷ്യങ്ങൾ, യേശു ആരാണെന്നുള്ളത്. ഇന്ന് യേശു നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന, ഇപ്പോഴല്ല, ഇത് യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന യേശുവാണ് പറയുന്നത്. 2000 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന അബ്രഹാം എൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചിരുന്നു. അത് നമുക്കത് വായിക്കാം. അബ്രഹാമിൻ്റെ സാക്ഷ്യം എന്താണെന്ന്. അബ്രഹാമിൻ്റെ സാക്ഷ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തുവാൻ മാത്രം അത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അബ്രഹാമിനെ കുറിച്ച് യേശുവിടെ ഒരു സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, അബ്രഹാമിനെ വിളിച്ച് ദൈവം വേർതിരിച്ചപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു അബ്രഹാമിന്. ഉൽപ്പത്തി 12-ലാണ് നമ്മളത് വായിക്കുന്നത്, ആ വാഗ്ദത്തത്തെക്കുറിച്ച്. 12:2-3 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതെങ്ങനെയാണ് അബ്രഹാമിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്? അപ്പോൾ വേറൊരു പാഠഭാഗവും കൊടുത്തിട്ടുണ്ട്. 18 ഉൽപ്പത്തിയിൽ തന്നെ 18-ാം അധ്യായം 18-16 തുടങ്ങി ഇങ്ങനെ വായിക്കുന്നു: ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയക്കുവാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളിച്ചെയ്ത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് പോലെ നമ്മൾ ഒത്തിരി സ്വത്തുണ്ടായി വലിയ ധനികരായി തീരും എന്നുള്ള പലരും പറയുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വലിയൊരു വീടുണ്ടായി, ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു കാറുണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണോ, ഈ അനുഗ്രഹമാണോ ഇവിടെ ദൈവം പറയുന്നത്? നിന്നിൽ ഭൂമിയിലുള്ള സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ അനാദികാലം മുതലെയുള്ള പദ്ധതി. എല്ലാവരും
അനുഗ്രഹിക്കപ്പെടണം അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണം എന്നുള്ളത്. അത് അവിടെ നിന്നിൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. നമ്മൾ ഉൽപ്പത്തി 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി മുഖാന്തരം. അപ്പോൾ ഈ സന്തതി ആരാണെന്ന് ഗലാത്യ ലേഖനം 3:16 പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഗലാത്യർ 3:16 പറയുന്നു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ആദ്യം മുതലുള്ള പദ്ധതി. എല്ലാവരും രക്ഷ പ്രാപിക്കണം. അല്ലേ, രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിതാവിൽ നിന്നും വേർപെട്ടു പോയ നമ്മളെ വീണ്ടും പിതാവുമായിട്ട് ആ സ്നേഹബന്ധത്തിലാക്കി തീർക്കുവാൻ ഒരു മധ്യസ്ഥനായിട്ട്, അതാണ് നമ്മുടെ രക്ഷകൻ യേശു ക്രിസ്തു വരും. അതിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഇതാണ് ദൈവം ദൃഷ്ടാന്തങ്ങളിലൂടെയും എലൻ ജി വൈറ്റിൻ്റെ ഒരു പ്രസ്താവന ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം ദൃഷ്ടാന്തങ്ങളിലൂടെയും വാഗ്ദത്തങ്ങളിലൂടെയും സുവിശേഷത്തെ മുൻപേ തന്നെ അബ്രാമിനോട് അറിയിച്ചു, പ്രസംഗിച്ചു. അങ്ങനെ ഗോത്രപിതാമഹൻ വരുവാനിരുന്ന വീണ്ടെടുപ്പുകാരനിലെ വിശ്വാസം ദൈവം ഉറപ്പിച്ചു. ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചു വരിക്കുന്നു. യോഹന്നാൻ 8:56 ഈ വാക്യം. ഇസ്ഹാക്കിന് പകരം യാഗമർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റൻ ദൈവപുത്രനെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു. ആ ദൈവപുത്രൻ നമുക്ക് പകരം യാഗമാകേണ്ടിയിരുന്നു. മനുഷ്യൻ മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ നോക്കിക്കൊണ്ട് പാപിയോട് പറഞ്ഞു, ജീവിക്കുക, ഞാൻ നിനക്കായി ഒരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. ഇത് മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അബ്രഹാം അന്നേ യേശുവിൻ്റെ ദിവസം കണ്ടു. യേശു പാപികളായ നമുക്കെല്ലാവർക്കും വേണ്ടി മരണപ്പെടുന്നു. ആ കുഞ്ഞാടിനെ അതാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അബ്രഹാമിന് യാഗം കഴിക്കാൻ ദൈവം കാണിച്ചു കൊടുത്ത ഒരു കുഞ്ഞാടിനെ. ദൈവത്തോട് വിശ്വാസത്തിൽ പ്രതികരിക്കുന്ന ഏവർക്കും കൂടി അബ്രഹാം പിതാവായിരുന്നു. അപ്പോൾ നമ്മൾ യഹൂദന്മാർക്ക് മാത്രമല്ല, യഹൂദന്മാർ അബ്രഹാമിനെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ ആ അബ്രഹാം നമ്മുടെയും പിതാവാണ്. എപ്പോഴാണ് നമ്മളും ആ യേശുവിനെ നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മളും അബ്രഹാമിൻ്റെ സന്തതികളായി തീരുന്നു. ഇതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രമാണിമാർ ചോദിച്ചു, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് യേശു പറഞ്ഞത്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ആദ്യം വായിച്ചു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ടായിരുന്നു. ഇവിടെ യേശു അവർക്ക് വെളിപ്പെടുത്തുന്നത് യോഹന്നാനം 8-ാം അധ്യായത്തിൽ അവരോട് പറയുന്ന വാക്യം 8:56 ഞാൻ ഉണ്ട്, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്ന അബ്രഹാം ജനിച്ചതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് ദൈവം മോശയോട് കത്തുന്ന പുൽപ്പടൽ വെച്ച് സംസാരിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന ഭാഷയാണ് യേശു ഉപയോഗിച്ചത്. ദൈവം ആയിരിക്കുന്നതിനുള്ള സ്വയം നിലനിൽക്കുന്നവൻ എന്നൊരു അവകാശവാദമായിരുന്നു. അന്നേ ഞാനുണ്ട്, അല്ലെങ്കിൽ മോശയോട് പറഞ്ഞത് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. അത് എപ്പോഴും ഉള്ള ആൾ തന്നെ, സ്വയം നിലനിൽപ്പുള്ളവൻ. അത് തന്നെയാണ് യേശു അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വിശ്വാസത്താൽ ജീവിക്കുന്നവരുടെ പിതാവാണ് അബ്രഹാം. അപ്പം നമ്മൾക്കും അബ്രഹാമിൻ്റെ മക്കളായി തീരാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ യേശുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതാണ് നമുക്ക് വേണ്ടത്, വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ മറിയയുടെ സാക്ഷിയാണ്. മറിയ എന്ന് പറയുന്ന യേശുവിൻ്റെ അമ്മ മറിയയില്ല, ബഥാനിയയിലുണ്ടായിരുന്ന ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും. ആ മറിയയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ യേശു അവരെ സന്ദർശിക്കാൻ വന്നു. അത്
പെസഹായ്ക്ക് 6 ദിവസം മുമ്പായിരുന്നു യേശു വന്നത്. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ പറയുന്നത് അവിടുത്തെ ഫുഡ് അല്ലെങ്കിൽ അവിടുത്തെ അത്താഴത്തിന് അതിഥികളോടൊപ്പം ലാസറും ഉണ്ടായിരുന്നു. യേശു ഉയർപ്പിച്ച ലാസറും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ശിമോൻ്റെ വീട്ടിലായിരുന്നു, കുഷ്ഠരോഗിയായ ശിമോൻ. അവൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു യേശുവിനെ അതിഥി സൽക്കാരത്തിനായിട്ട് വിളിച്ചത്. അവിടെ യേശുവിനെ പ്രത്യേകിച്ചൊരു സദ്യക്കായിട്ട് വിളിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ അവിടെ യേശു ചെല്ലുകയും ഈ കുഷ്ഠരോഗം സൗഖ്യമാക്കപ്പെട്ട ശിമോനാണ് തനിക്ക് ചെയ്ത ഉപകാരത്തെ പരിഗണിച്ചാണ് ആ വിരുന്ന് ഒരുക്കിയത്. അപ്പോൾ അവിടെയാണ് മറിയ വരുന്നത്. മറിയയുടെ പ്രവൃത്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും യേശു ആരാണെന്നും കൂടെ ഒരു സാക്ഷ്യമാണ് അവിടെ കാണുന്നത് മറിയയുടെ ആ പ്രവൃത്തിയിൽ നിന്നും. നമുക്കറിയാം, മറിയ വളരെ വിലയേറിയ ഒരു സുഗന്ധ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിൽ ഒഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കണക്കാക്കുന്നത് സ്വച്ഛ ജഡമാംസ തൈലം അവളുടെ ഒരു വർഷത്തെ സമ്പത്ത് അല്ലെങ്കിൽ അവളുടെ ഒരു വർഷത്തെ വേതനത്തിന് സമമായിരുന്നു അതിൻ്റെ വില. അപ്പോൾ അത്രയും വിലയുള്ള ഒരു കാര്യമാണ് അവൾ ചെയ്തത്. അത് അവൾക്ക് ലഭിച്ച പാപക്ഷമയ്ക്ക് പ്രത്യുപകാരമായിട്ടും തൻ്റെ സഹോദരനെ ഉയർപ്പിച്ചതിന് പ്രത്യുപകാരമായിട്ടുമാണ് അത് ഒഴിച്ചത് എന്നാണ് പറയുന്നത്. ഈ സുഗന്ധ തൈലം യേശുവിൻ്റെ പിന്നീട് വരുവാനിരിക്കുന്ന ശവസംസ്കാരത്തിന് എന്ന പോലെയാണ് മറിയ അതിനെ കണക്കാക്കിയത്. ഇപ്പോൾ യേശു ഉടനെ തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടും എന്നും അവർ പലരും വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ആ അഭിഷേകം അവിടെ നടത്തൂ എന്നാണെന്ന് പറയുന്നത്. പക്ഷെ മറിയ ഈ ചെയ്തത് എല്ലാവരും അറിയണമെന്നും മറിയ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ യോഹന്നാൻ ഇത് എഴുതിയ യോഹന്നാൻ പറയുന്നു, ഭവനം മുഴുവനിലും അതിൻ്റെ സുഗന്ധം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അത്രമാത്രം സുഗന്ധമുള്ളതായിരുന്നു അവിടെ ആ മറിയ കൊണ്ടുവന്ന് ചെലവഴിച്ചത് അല്ലെങ്കിൽ യേശുവിൻ്റെ തലയിൽ ഒഴിച്ചത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന യൂദയുടെ പ്രതികരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇതൊക്കെ എന്തിനു പാഴ്ചെലവല്ലേ, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് യൂദയുടെ പ്രതികരണം. അപ്പോൾ യേശു ഉടൻ തന്നെ ഇടപെട്ട് മറിയയെ ന്യായീകരിച്ചു, അല്ലെങ്കിൽ അവൾക്ക് ആശ്വാസം തരുന്ന ഒരു വാക്ക്. കാരണം അവൾ ഇത്രയും ഒരു ത്യാഗമാണ് അവൾ ചെയ്തത്. ഒരു വർഷത്തെ അവളുടെ വേതനമാണ് അവൾ യേശുവിൻ്റെ തലയിൽ ഒഴിക്കുകയും യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്തത്. അതിനൊരു നല്ല വാക്ക് പറയാതെ ഇതൊരു പാഴ്ചെലവാണെന്നും ഇത് ദരിദ്രർക്ക് കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ട്, യേശു അത് കേൾക്കുന്നുണ്ട്, മറിയ അത് കേൾക്കുന്നു. അപ്പോൾ അവളുടെ മനസ്സിന് അത് എത്രമാത്രം വേദന ഉളവാക്കിയെന്ന് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുകയാണ്, എന്താണ്, ഇവളെ വിടുക, ദരിദ്രരിൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എനിക്ക് ഇനി വരുന്ന ശവസംസ്കാരത്തിന് എന്നെ അഭിഷേകം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവളത് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ തുടർന്ന് വരുന്ന ഒരു ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു. എന്ന് വെച്ചാൽ അത് നമ്മൾ യോഹന്നാൻ 2:24-25 ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. കാനാവിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഒരു ദൈവാലയത്തിൽ ചെന്ന് ഈ മന്ദിരം പൊളിക്കുവിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും എന്നെല്ലാം പറഞ്ഞപ്പോൾ പരീശന്മാർക്കെല്ലാം ഭയങ്കര യേശുവിനോട് ദേഷ്യം തോന്നിയ സമയമാണ്. പക്ഷേ യേശു അവരിൽ നിന്നും മാറിക്കളഞ്ഞു. യേശുവിനെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അത് കാരണം ഇതാണ്, യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ച. നമ്മളെല്ലാവരെയും അറിയാവുന്നതാണ് യേശു. നമ്മൾ ശിമോൻ പത്രോസിനെ ആദ്യമായിട്ട് കണ്ടപ്പോഴും പറഞ്ഞു, നീ കേഫായാകുന്നു അല്ലെങ്കിൽ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ഥിരതയുള്ളവനല്ല എന്ന് പറഞ്ഞ്. കാരണം നമുക്ക് തെളിവുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാ. എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോകില്ല എന്ന് പറഞ്ഞതാണ് പത്രോസ്.
ഒരു ദിവസം തികയുന്നതിന് മുമ്പേ 3 പ്രാവശ്യം രക്ഷകനെ തള്ളിപ്പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മനം പെട്ടെന്ന് മാറുന്ന ആളാണെന്ന് അവിടെ വെച്ച് യേശു പറയുന്നത്. അതുപോലെ നഥനിയേലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇവൻ ഇസ്രായേൽ, സാക്ഷാൽ ഇസ്രായേലി, ഇവനിൽ കപടമില്ല. അപ്പോഴും നഥനിയേൽ അലമ്പരം നോക്കി, എങ്ങനെ എന്നെ അറിയാം എന്ന് ചോദിക്കുക. ഞാൻ പറയാം, നീ ഫിലിപ്പ് നിൻ്റെ അടുത്ത് വന്ന് പറയുന്നതിന് മുമ്പ് നീ അത്തയുടെ കീഴിലിരുന്നപ്പോഴും ഞാൻ നിന്നെ അറിയുന്നു. നമ്മളെല്ലാവരെയും അറിയുന്ന യേശുവാണ്. അപ്പം യോഹന്നാൻ 2:25 ഇങ്ങനെ പറയും, മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഏത് മനുഷ്യൻ്റെയും ഉള്ള് അറിയാവുന്ന യേശുവാണ് ഇവിടെ യൂദയോട് പറയുന്നതും. യൂദായുടെ ഉള്ളിലിരിപ്പ് യേശുവിന് അറിയാമായിരുന്നു. ശിമോൻ്റെ വിരുന്നിലെ ഈ സംഭവത്തിൽ യൂദ ആരായിരുന്നു എന്ന് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശ്രദ്ധയോടെ. യൂദ സ്വയം സേവിക്കുന്ന ഒരു കള്ളനാണെന്നാണ് യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. സ്വയം കള്ളൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സമ്പത്തിലായിരിക്കും അവൻ്റെ കണ്ണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിട്ട് നടക്കുന്നെങ്കിലും സ്വയം സേവിക്കുന്ന ആളാണ്. എൻ്റെ സേവനം മുഴുവനും എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഫാമിലിക്ക്, എല്ലാത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ യുവങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ മിസ്സസ് വൈറ്റ് പറയുന്ന ഇങ്ങനെ, യേശുവിൻ്റെ മൃതശരീരത്തിൽ പൂശുവാൻ മറിയ ഉദ്ദേശിച്ച സുഗന്ധ സമ്മാനം യേശുവിൻ്റെ ജീവനുള്ള ശരീരത്തിലേക്ക് മറിയ ഇപ്പോൾ പകർന്നു. മൃതശരീരത്തിൽ പൂശുവാനായിട്ട് ഉള്ളതാണത്, പക്ഷേ ഇപ്പോൾ ജീവനുള്ള ശരീരത്തിലേക്ക് പകർന്നു. ശവസംസ്കാരത്തിൽ അതിൻ്റെ നറുമണം കല്ലറയ്ക്ക് മാത്രമേ അനുഭവപ്പെടുമായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അവളുടെ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഉറപ്പോടുകൂടി യേശുവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. യേശു തൻ്റെ കുറ്റവിചാരണയുടെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആ പ്രവൃത്തിയുടെ മധുരിക്കുന്ന ഓർമ്മയെ യേശു കൂടെ കൊണ്ടുപോയി. അത് വീണ്ടെടുക്കപ്പെട്ടവരിൽ നിന്ന് തനിക്ക് നിത്യം കിട്ടുവാനുള്ള സ്നേഹത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണത്. വീണ്ടെടുക്കപ്പെട്ടവരിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ? അത് നമ്മൾ ചിന്തിക്കണം. എന്തിൽ നിന്ന് വീണ്ടെടുക്കും? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളിൽ നിന്ന് ഇതുപോലെയുള്ള സ്നേഹത്തിൻ്റെ സമ്മാനങ്ങൾ എപ്പോഴും യേശുവിനുണ്ടാവും. അത് നമ്മുടെ വാക്കുകളായിരിക്കും, മറ്റുള്ളവരെ കൂടി നമ്മൾ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന വാക്കുകളാണ്. ചൊവ്വാഴ്ചയിലെ ഭാഗം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. പിലാത്തോസിൻ്റെ അവിചാരിത സാക്ഷ്യം. ഇവിടെ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ യേശുവിനെ പിടിച്ചു കെട്ടുവാനും വിചാരണയിലേക്ക് കൊണ്ടുവരുവാനും മരണവിധി ഉണ്ടാക്കുവാനും മത നേതാക്കൾ നടത്തിയ ശ്രമങ്ങളെ യോഹന്നാൻ ചിത്രീകരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ തുടക്കം തുടങ്ങി കാണുന്നത് ഓരോ സന്ദർഭം, കാനായിലെ കല്യാണത്തിലും അമ്മ വന്ന് പറയുന്നുണ്ട് അവിടെ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ യേശു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന്. മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം, എൻ്റെ നാഴിക വന്നിട്ടില്ല. അത് നമുക്ക് ആ ഒരു സെയിം സ്റ്റേറ്റ്മെൻറ്റ് 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാം, 8-ാം വാക്യത്തിൽ കാണാം, 30-ാം വാക്യത്തിൽ കാണാം, 12-ാം അധ്യായം 7, 23, 27 ഒക്കെ കാണാം നമുക്ക്. അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി, അതെല്ലാം കാണാം. പക്ഷേ യോഹന്നാൻ 17-1 വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നത്, ഇത് സംസാരിച്ചിട്ട് 17-1 സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞെന്ന്, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇത് യേശുവിൻ്റെ ക്രൂശീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് സമയം അടുത്തിരിക്കുന്നു. അതിനു മുമ്പുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണത്. അതിൽ പറയുന്നത് നാഴിക വന്നിരിക്കുന്നു, ഇനി എൻ്റെ മരണത്തിൻ്റെ സമയം ആയിരിക്കുന്നു. ഇപ്പോൾ ആ സമയം എത്തി. ഗെത്ശമനത്തോട്ടത്തിൽ യേശു പിടിക്കപ്പെട്ടു. ആദ്യം ഹന്നാഫിൻ്റെ മുമ്പിൽ, പിന്നെ കയഫാസിൻ്റെ മുമ്പിലും, പിന്നെ പിലാത്തോസിൻ്റെ മുമ്പിൽ. അത് 2 വട്ടം പിലാത്തോസിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന യേശു തന്നെയാണ് ക്രിസ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ യോഹന്നാൻ പല സാക്ഷികളെയും നിരത്തുന്നത് നമുക്ക് കാണാം. ഈ സുവിശേഷത്തിൽ പലരും അത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. യേശുവിനെ വിസ്തരിച്ച ഗവർണർ പിലാത്തോസിൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. ഇതൊരു സുപ്രധാനമായ സാക്ഷ്യം തന്നെയാണ്. കാരണം ബാക്കി എല്ലാ സാക്ഷ്യം പറഞ്ഞ എല്ലാവരും യഹൂദന്മാർ തന്നെയായിരുന്നു. പക്ഷേ ഇത് യഹൂദൻ, പിലാത്തോസ് എന്ന് പറയുന്നത് ഒരു റോമക്കാരൻ, ഗവർണർ, ന്യായാധിപനൊക്കെ ആയിരുന്നു. മറ്റുള്ളവർ സാധാരണക്കാരായ യഹൂദന്മാരാണ്. അപ്പോൾ പിലാത്തോസിൻ്റെ സാക്ഷ്യം കുറച്ചും കൂടെ പ്രധാനപ്പെട്ടതാണ്. നമുക്കത് യോഹന്നാൻ 18-ന്റെ
37-38. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇതാണ് പിലാത്തോസ് 2 സ്ഥലത്ത് ആ സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ വെള്ളിയാഴ്ച അതിരാവിലെയാണ് പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് യേശുവിനെ. വ്യാഴാഴ്ച വൈകുന്നേരം രാത്രി പിടിക്കുന്നു. അവിടെ മഹാപുരോഹിതന്മാരുടെ കൊട്ടാരത്തിൽ വെച്ച് വിചാരണ നടത്തുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ മിശിഹയാണ്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. അതാണ് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പറഞ്ഞു, അപ്പോഴവർ തീരുമാനിക്കുക, ഇവൻ മരണയോഗ്യൻ തന്നെ, അതുകൊണ്ട് ഇവർക്ക് മരണശിക്ഷ വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് വെള്ളിയാഴ്ച അതിരാവിലെയായിരുന്നു പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അപ്പോൾ സാധാരണ പിലാത്തോസിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ തടവുകാരനെ എത്രയും വേഗം അവൻ്റെ വിധിക്ക് വിട്ട് നൽകുക എന്നതായിരുന്നു പിലാത്തോസിൻ്റെ പദ്ധതി. യേശുവിൻ്റെ കുറ്റാരോപകർ പക്ഷെ പിലാത്തോസിൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. അത്ര പെട്ടെന്ന് അത് നടന്നില്ല. യേശുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നവരെല്ലാം പലതും ഗവർണറെ ബോധിപ്പിക്കുകയായിരുന്നു, ഇവൻ ആരാണ് എന്നൊക്കെ ഉള്ളത്. അതാണ് പിലാത്തോസിൻ്റെ ശ്രദ്ധ അവരെ ക്ഷണിച്ചു. ഗവർണർ യേശുവിനെ വ്യക്തമായി ചോദ്യം ചെയ്തു. യേശു വായിൽ നിന്ന് നേരിട്ട് മൊഴി കൊടുത്തു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പം 3 പ്രാവശ്യം പിലാത്തോസ് അവസാനമായിട്ട് യേശുവിനെ മരണത്തിന് വിധിച്ചെങ്കിലും 3 പ്രാവശ്യം, 2 അല്ല 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ നിരപരാധിയാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യേശു മരിച്ചപ്പോൾ ആ മേലെടുത്ത് ആ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചത് എന്താണ്? നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് ആകുന്നു എന്നാണ്. അപ്പോൾ ഇത് യേശു ആരാകുന്നു എന്നതിനുള്ള പിലാത്തോസിൻ്റെ സമ്പൂർണമായ സാക്ഷ്യം ഇതായിരുന്നു, യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു. എന്നിരുന്നാലും യേശു നിരപരാധിയാണെന്ന് വിധിച്ചുകൊണ്ടും എന്തായാലും പിലാത്തോസ് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സത്യം എന്ന് പറയുന്ന യേശുവാണ്, അല്ലേ? ഞാനവന്ന് വഴിയും സത്യവും ചെയ്യുന്നു. തൻ്റെ മുമ്പാകെ നിൽക്കുന്നത് അറിഞ്ഞിട്ടും യേശുവിനെ അധിക്ഷേപിക്കാൻ അവൻ അനുവദിച്ചു. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ശരിയാണെന്ന് ബോധ്യമുള്ളപ്പോഴും ബഹുജനങ്ങളെ അവരുടെ ധാരണകളെ പിന്തുടർന്ന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും പ്രവർത്തിക്കുന്നതിൻ്റെ അപകടങ്ങളെ കുറിച്ച് പിലാത്തോസിൻ്റെ ദൃഷ്ടാന്തത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും യേശുവിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്തും നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് നാണക്കേട് ഓർത്ത് എല്ലാം നമ്മൾ യേശുവിനെ തള്ളിപ്പറയുന്നവരായിട്ട് മാറാറുണ്ട്. അതിലൊക്കെ വലിയ അപകടം നമ്മുടെ ജീവന് തന്നെ, നമ്മുടെ നിത്യജീവന് തന്നെ അത് അപകടമായി തീരും. തോമസിൻ്റെ സാക്ഷ്യമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അത് യോഹന്നാൻ 20-ാം അധ്യായത്തിലാണ് തോമസിൻ്റെ സാക്ഷ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണത്. 20-ാം അധ്യായം 19 തുടങ്ങി 31 വരെയാണ് വാക്യങ്ങൾ. ഇത് സംഭവം നടക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ നേരം വൈകിയപ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് അവർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയാണ്. അപ്പോൾ യേശു അവരുടെ നടുവിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. ഇതാണ് ഈ കുത്തുകൊണ്ട സ്ഥലവും കൈയും ഇവിടെ കാണിപ്പാടുകളെല്ലാം കാണിച്ചു. അവർ വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് ചെയ്തത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്ന് തോമസ് അവിടെ ഇല്ലായിരുന്നു. യേശുവിൻ്റെ ശിഷ്യനായ തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ യേശു അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് തോമസ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് തോമസിനെ അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം വരുവാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള അവൻ്റെ ചിത്രത്തിന് അത് യോജിച്ചതായിരുന്നില്ല. അവനും പ്രതീക്ഷിച്ചിരുന്നു യേശു രാജാവായിട്ട് വരും എന്നവൻ പ്രതീക്ഷിച്ചിരുന്നു. ഇതിപ്പോൾ മരിച്ചു, എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ടു, മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നവന് വിശ്വാസമില്ല. അതുകൊണ്ട് തോമസ് പറയും, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും
അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തതല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. തോമസ് അവൻ്റെ വിശ്വാസത്തിൻ്റെ അവസ്ഥകളാണ് പ്രഖ്യാപിച്ചത്. യേശുവിലെ വിശ്വാസത്തോടുള്ള ഈ സമീപനം യോഹന്നാൻ്റെ സമീപനം യേശുവിൻ്റെ സുവിശേഷത്തിൽ വീണ്ടും വീണ്ടും നാം കാണും. നിക്കോദിമസ് പറയുന്നുണ്ട്, യേശു പറഞ്ഞു വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ ഇനി അങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റും? അതേപോലെ ആ സ്ത്രീയോട് ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നല്ലോ. അപ്പോഴവളും ചോദിക്കും, അതെങ്ങനെ നിനക്ക് ഇവിടെ വെള്ളം കോരാൻ നിൻ്റെ കയ്യിൽ പാത്രമില്ല, ഒന്നുമില്ല, പിന്നെ എങ്ങനെ നീ വെള്ളം തരും? ഇതാണ് പലപ്പോഴും നമ്മൾ കാണണം, എന്നാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറഞ്ഞത്. വീണ്ടും തോമസിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറയുകയാണ്, വന്ന് കാണുവാനും തൻ്റെ ശരീരം ഉയർപ്പിന് ശേഷം തോമസിനെ കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ശരീരം കാണുവാനും തൊടുവാനും അവനെ ക്ഷണിച്ചു. അങ്ങനെ അവൻ തൊട്ടു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമസ് വിളിക്കുന്നുണ്ട് യേശുവിനെ. അവൻ്റെ ആ പെട്ടെന്നുള്ള ഒരു പ്രയാസവും അവൻ്റെ വിശ്വാസവും എല്ലാം അവിടെ കാണുകയാണ്. പക്ഷേ യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാഴ്ചയാലല്ല ക്രിസ്ത്യാനിത്വം വിശ്വാസത്താലാണ് നടക്കുന്നത്. നമ്മുടെ മുൻപിൽ എല്ലാം കണ്ടാലേ നമുക്കറിയാം. വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്ത്യാനിത്വത്തിൽ പ്രത്യേകിച്ച്. കാരണം നമ്മളിപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ ദൈവമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. വിശ്വാസമില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. നിങ്ങൾ കണക്കുകൾ നോക്കിയാൽ അത് മനസ്സിലാകും. പക്ഷെ അത് അത്ഭുതപ്പെടരുത്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വസിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ചിരിക്കുക. അപ്പോൾ ഈ അവിശ്വാസികളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ ഓർത്തോണം, മനുഷ്യപുത്രൻ്റെ വരവ് അടുത്ത. അതാണ് ഈ ജനങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം താൻ ആണിത് സൃഷ്ടിച്ചതെന്നുള്ള തെളിവായിട്ട് ഈ സൃഷ്ടി മുഴുവനും നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുൻപിലുണ്ട്. എന്നിട്ടും നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയില്ല. അത്രേ ഉള്ളൂ. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെ സ്റ്റെപ്സ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്കുള്ള പടികൾ, അതിലെ ഒരു കൊട്ടേഷൻ ഉണ്ട്. വിശ്വാസത്തിന് അടിസ്ഥാനമാകുവാൻ വേണ്ടത്ര തെളിവുകൾ നൽകാതെ വിശ്വസിക്കാൻ ദൈവം നമ്മോട് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. വിശ്വാസത്തിന് അടിസ്ഥാനമായ തെളിവുകളുണ്ട്. ആ ദൈവത്തിൻ്റെ നിലനിൽപ്പ്, സ്വഭാവം, ദൈവവചനത്തിൻ്റെ വിശ്വാസ്യത എന്നിവയെല്ലാം നമ്മുടെ ബോധത്തോട് സംവദിക്കുന്ന സ്ഥാപിതമായ സാക്ഷ്യങ്ങൾ കൊണ്ട് ഉറപ്പാക്കപ്പെട്ടവയാണ്. ഈ സാക്ഷ്യം വളരെ മതിയായതാണ്. ദൈവം എന്നാലും സംശയത്തിൻ്റെ സ്ഥാനം നീക്കിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസം തെളിവിന്മേൽ അധിഷ്ഠിതമാകണം, പ്രകടനങ്ങളിൽ ആകരുത്. എന്തെങ്കിലും കണ്ടാലേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറയരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാം തെളിവായിട്ട് കാണുന്നുണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കാം. സൃഷ്ടിയിൽ എല്ലാം തെളിവായിട്ട് കാണുന്നുണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കാം. അതാണ് തോമസിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നാം പഠിക്കുന്നത്. തോമസ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെ. അതാണ് തോമസിൻ്റെ സാക്ഷ്യം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെ. അവൻ അതിൽ തൊട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്. അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യം, അതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ പല സാക്ഷികളെയും തൻ്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ട് പലരെയും നമ്മളിപ്പോൾ ഒത്തിരി പേരെ നമ്മൾ കണ്ടു. അവരെന്തൊക്കെ സാക്ഷ്യം പറഞ്ഞു എന്ന് നമ്മൾ വായിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ കാണാത്ത ഇനിയും ഒത്തിരി കാര്യങ്ങൾ യേശു ചെയ്തതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ യോഹന്നാൻ ഇത്രയും എഴുതിയിരിക്കുന്നത് എന്താണ്? 2 കാര്യങ്ങൾ. യേശു തൻ്റെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ വ്യക്തിയെ ശരീരത്തോടെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സമയത്ത്, യേശു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന എല്ലാവരും യേശുവിൻ്റെ അടയാളം, ഒത്തിരി പേര് യേശുവിൻ്റെ അടയാളങ്ങൾ കണ്ടു, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടു. അപ്പം നമ്മൾ വിചാരിക്കും അവരെല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ വിശ്വസിച്ചവർ അനേക കാരണങ്ങളുണ്ട്, അവർ പലരും വിശ്വസിക്കാത്തവർ. പക്ഷെ ആ കണ്ടവരെക്കാൾ, അന്ന് യേശുവിനോടൊപ്പം ജീവിച്ച അവർ കണ്ടവരെക്കാൾ അധികമായിട്ട് നമുക്ക് വിശ്വസിക്കാനുള്ള കാര്യങ്ങളുണ്ട്. യേശുവിനോടൊപ്പം ഇരുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസം കുറയാൻ പാടില്ല. കാരണം അതിലും വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ യേശു പറഞ്ഞ കാര്യങ്ങൾ, തൻ്റെ വരവിന് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾ, ഈ ലോകത്തിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് യെരുശലേമിൻ്റെ നാശം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് യെരുശലേമിൻ്റെ നാശം. അത് സംഭവിച്ചു, AD 70 അത് സംഭവിച്ചു. അതേപോലെ സുവിശേഷത്തിൻ്റെ ശക്തമായ വ്യാപനം, അത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിലൂടെ എങ്ങനെയാണ് സഭ ഇത്രയും വളർന്നതും സുവിശേഷം എല്ലാ എമ്പാടും പരന്നത് എങ്ങനെയാണ്, അതെല്ലാം പ്രവചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിവൃത്തിയാകുന്നത് കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വിശ്വസിക്കാൻ കൂടുതൽ തെളിവുകൾ ദൈവം വചനത്തിലൂടെ തന്നിരിക്കുകയാണ്. അതേപോലെ വലിയ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുന്നത്, ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി വരുന്നതും ആ ഭരണാധികാരി ദൈവത്തിൻ്റെ നിയമങ്ങളെയും കൽപ്പനകളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നതും ദൈവത്തിൻ്റെ സത്യത്തെ നിലത്തിട്ട് ചവിട്ടുന്നതും പിന്നെ ആ ഭരണാധികാരിയുടെ ഇഷ്ടത്തിൽ ഭരിക്കുന്നതും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെയെല്ലാം പീഡിപ്പിക്കുന്നതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം വചനത്തിൽ എഴുതിയിട്ടുള്ളതല്ലേ എന്ന് നമ്മൾ ഓർക്കണം. അപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് യേശുവിനോട് ഒപ്പം ജീവിച്ചിരുന്നവരെക്കാളും കൂടുതൽ നമുക്ക് വിശ്വാസം ആകേണ്ടതാണ്. കാരണം ഈ വചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ലോകത്തിൽ ഇക്കാലത്തും നമുക്കും 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിലെ വിശ്വാസികൾ എന്ന നിലയിൽ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കും സാക്ഷികളാകാനുള്ള ഭാഗ്യകരമായ അവസരം നമുക്കുണ്ട് എല്ലാത്തിനും. കാരണം നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം കാണുകയാണ്, നമ്മൾ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന നിറവേറുകയാണ്. നാഥാനിയേൽ, നിക്കോദെമോസ്, ശമരിയ സ്ത്രീ എന്നിവരുടെ ന്യായവാദങ്ങളോ ഉപദേശങ്ങളോ മൂലമല്ല നാം യേശുവിനെ മശിഹായി അറിയപ്പെടുന്ന ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിൽ തിരുവെഴുത്തുകളുടെ വായന മൂലം നമ്മൾ യേശുവിനെ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് അറിയാൻ, തിരുവെഴുത്തുകളെ വായന മാത്രമല്ല പഠനത്തിലൂടെ നമ്മൾ യേശുവിനെ തിരിച്ചറിയുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പാഠപുസ്തകം, ഇതായിരിക്കണം എന്നും നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലൂടെ നമ്മൾ യേശുവിനെ അറിയുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങനെ ഉള്ള ഒരു അറിവ് ദൈവത്തെ ജീവിതത്തിലൂടെ കണ്ടെത്തുവാനും രുചിച്ചറിയുകയും ചെയ്യുക, വായിച്ചറിയുകയും ചെയ്യുക, അതാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. അതിനായിട്ട് ദൈവം എല്ലാവരെയും ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിക്കുവാൻ, ആ വചനം തിന്നുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാഠം നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഇന്നടിയങ്ങൾ ഈ കേട്ട വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്നും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ തിരഹിത പ്രകാരം മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ നിത്യജീവനിൽ ഞങ്ങളെ ഓഹരിക്കാരാക്കണം. എല്ലാ യേശോവന്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.